മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് വീണ്ടും വർഗീയ പ്രസ്താവനയുമായി ബിജെപി നേതാവ് പി.സി. ജോർജ്. ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ ഈ നാട് കുട്ടിച്ചോറാക്കും അല്ലെ? ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക. എനിക്ക് ഒരു മടിയിൽ ഞാനിങ്ങനെ എന്റെ ദൈവമേ ഇന്ത്യയുടെ വിക്കറ്റ് പോകരുത് ചെയ്യാൻ നോക്കിയിരിക്കും. നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ ഇവർക്ക് ഒരു പ്രശ്നമില്ല. നിനക്ക് ഈ കളിയുടെ പേരെന്താണെന്നറിയോ? വെല്ലം തിരിഞ്ഞിട്ടാണോ? തിരിഞ്ഞില്ലെങ്കിൽ എന്താ? പാകിസ്ഥാന്റെ കൂടെ അല്ലേ? പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹ് സഹിക്കുന്നില്ല. അതിനെ മര്യാദയാ? നിന്റെ തന്തയുടെ വകയാണോ ഇന്ത്യ? അവനും എനിക്കും നിനക്കൊക്കെ ഒരേ അവകാശമാണ് ഈ രാജ്യത്തുള്ളത്. ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോഴല്ലേ അവൻ ദുഃഖിക്കേണ്ടത്. അതിനുപകരം പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒറ്റൊരുത്തരും ഈ ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവനാണെന്നാണ് എന്റെ അഭിപ്രായം. ഇന്ത്യ തോറ്റെന്ന് ചിരിക്കുമല്ലേ? ഇന്ത്യ തോറ്റുന്നോ? എവിടെ? എപ്പോ? എങ്ങനെ? ഓ, നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? വേണമെങ്കിൽ പിണറായി വിജയൻ നാളെ ഒരു കേസ് കൂടെ എന്റെ പേരിൽ എടുക്കാം. ഇപ്പൊ 10-12 ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പ്രതികളാക്കാൻ തന്നെ ഭാഗ്യം. ഈ രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ്. ആളുകൾ തമ്മിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോണ നാടാണിത്. ഇവനെ പോലത്തെ ഞരമ്പ് രോഗികൾ അത് ഇല്ലാണ്ടാക്കും. അങ്ങനെ വാപ്പ മോത്തിലാർ മുസ്ലിം എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. മോത്തിലാറിന്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്. ഇല്ല, മത്തായിയുടെ പുത്തൂന്ന് വായിരപ്പം മനസ്സിലാവും. ഈ കള്ളന്മാര് നമ്മളെ പറ്റിക്കുക, മതത്തിന്റെ പേരും പറഞ്ഞ് ഞങ്ങളെയൊക്കെ തമ്മിലടുപ്പിച്ച് കൊല്ലണോ? ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കണക്കല്ലേ? ഇത് രണ്ടും രാജ്യദ്രോഹികളല്ലേ? ഞാനിപ്പോ പറഞ്ഞു കേട്ടില്ലേ, കമ്മ്യൂണിസ്റ്റും തെറ്റാ, കോൺഗ്രസും തെറ്റാ. എടാ മേലനങ്ങാതെ ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. കഴുതേ, ഇത് രണ്ടിനും ഉപേക്ഷിക്കാനുള്ള സമയം കഴിഞ്ഞ്. ഇവിടെ കേരളത്തിലെ മലയാളികളെ പാവങ്ങള് അവര് LDF UDF മാറി നിൽക്കുക. വല്ല കാര്യമുണ്ട്? അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ ഞാൻ അതുകൊണ്ട് രണ്ടു കൂട്ടരും കണ്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ 2 കൂട്ടരോട് നിന്ന് വിവരം പഠിച്ചിട്ടുള്ളവനെ. അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടും കള്ളന്മാരാണ്. ഇനി നീ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് കേട്ടാൽ ഇട്ടിച്ചതിന്റെ അസ്ഥിയിൽ ഓടിക്കും. ബ്ലഡി ഫൂൾ.